നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഗുണ്ടും ഹസനുൽ ബന്നയുടെ തുണ്ടും രാവിലെ കൗതുകം ജനിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് ഇത് രണ്ടും. ഈ രാഷ്ട്രീയക്കാരുടെ എന്താ പറയുന്നത്, ഒരു കിട്ടുന്ന സങ്കീർണതകൾ, ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ ഭയങ്കര ആഘോഷമാണ് ഈ ചാനലുകൾക്കും അതുപോലുള്ള മറ്റു പലർക്കുമൊക്കെ. ഈ സമയങ്ങളിലാണ് അവരുടെ കൊയ്ത്ത് എന്ന് പറയുന്നത്. ആ കൊയ്ത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിൻ്റേത് ഇറങ്ങാൻ വൈകിയപ്പോൾ വന്നില്ല 12:30 1:30 2:30 3:30 കോൺഗ്രസ് തീർന്നു, UDF തകർന്നു, തുടർ ഭരണം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചവർ അതിൻ്റെ സമയമായപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വന്നു, മത്സരിച്ചു, എല്ലാവരും ജയിച്ചു. ഒരുമാതിരി സാമാന്യേന നല്ലപോലെ ജയിച്ചു. തോറ്റവരെയൊക്കെ ജനങ്ങൾ നോക്കി തോൽപ്പിച്ചതുമാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷം കാത്തിരുന്നവർ അവർ നേതാവിനെ തിരഞ്ഞെടുക്കാൻ 10 ദിവസം എടുത്തോട്ടെന്നേ. എന്തോ സംഭവിക്കും? കേരളത്തിൽ വല്ലതും പ്രത്യേകിച്ച് സംഭവിക്കാനുണ്ടോ? നാളെ വല്ലതും ബോംബ് പൊട്ടാനോ വല്ലതും ഉണ്ടോ? അതിൻ്റെ സമയമെടുത്ത് അവർ തീരുമാനിക്കട്ടെ. അതിൻ്റെ രസമായ കാര്യം വേറൊന്നുമല്ല, ഈ ബാക്കിയുള്ള ചാനൽ കാണുന്നത് പോലെ അല്ലാതെ ഹക്കും ബാത്തിലും മാത്രമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ബാങ്ക് വിളിച്ചതൊന്ന് കണ്ടേച്ച് പിന്നെ നിസ്കരിച്ചിട്ട് വന്ന് വീണ്ടും കിടന്നുറങ്ങുന്ന ആളുകളെപ്പോലുള്ളവർ കാണുന്നത് കൊണ്ടുകൂടിയാണ് ഈ മീഡിയ വണ്ണിൻ്റെ ഈ ഗുണ്ട് ഒന്ന് പറയണമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ കാണുന്നത് രാവിലെ 10:30 മണിക്കാണ്. കേരളത്തിലെ സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് AICC ജനപിന്തുണ അടക്കമുള്ളവ പരിശോധിക്കും. പ്രത്യേക സംഘത്തെ കേന്ദ്രത്തിൽ നിയോഗിച്ചു. ഇവിടെ വന്നിട്ട് ജനപിന്തുണ അടക്കമുള്ളവ ഓരോ ജില്ലകളിലും വന്ന് പരിശോധിച്ച് ജനപിന്തുണയുടെ ഒരു മാപിനി വെച്ച് അളക്കും. ഇവിടുന്ന് MLA മാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായവും ഒക്കെ ശേഖരിച്ചവർ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12:30 1 മണിക്കാണ് ഡൽഹിയിലെത്തിയത്. നമ്മുടെ മീഡിയ വണ്ണിലെ ഈ കാർഡിട്ട പിന്നെ മുതലാളിമാർ വിചാരിച്ചിരിക്കുന്നത് ഈ 12:30 1 മണിക്ക് എയർപോർട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ നിൽക്കുകയാണ് അവിടെ. എന്തൊക്കെയുണ്ട് വിവരങ്ങൾ? അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മുഗൾ വാസനിക്കിനോടും അജയ് മാക്കനോടും ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്ന അളിയാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അളിയാ ഇച്ചിരി വാക്കുകടാ, വികാരം റോഡിലുമൊക്കെ നിൽക്കുക, വന്ന വഴിയിലൊക്കെ വാഹനം നീങ്ങാൻ വലിയ പ്രയാസം, ജനവികാരം കിടക്കുന്നതുകൊണ്ട്. എന്നാൽ പിന്നെ രണ്ടുപേരെ ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് കയറ്റി നാട്ടിലേക്ക് വിട്ടേക്കാം, ജനവികാരം അവരൊന്ന് അളന്നുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിയോഗിച്ചതുപോലെയാണ് എഴുതുന്നത്. ഈ ചാനലുകളുടെയൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ഈ ചാനലുകൾ ആഘോഷിക്കുന്ന ഒരു വാർത്തയും പിറ്റേന്ന് പ്രിൻ്റ് മീഡിയയിൽ നോക്കിയാൽ ഒരു 2 3 വരിയിലുള്ള കാര്യമാണ് വലിയ സംഭവമായി ആഘോഷിച്ച് ഇങ്ങനെ പൊലിപ്പിക്കുന്നത്. അതിലേറ്റവും നിർബന്ധ ബുദ്ധിയോടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന 2 പേരാണ്. ഒന്ന് ഏഷ്യാനെറ്റുകാരും, 2 മീഡിയ വൺകാരും. ബാക്കിയുള്ള ചാനലുകൾക്കൊക്കെ അവർ വേറെയൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയൊക്കെ പറയുന്നുണ്ട്, ഹൈക്കമാൻഡ് ഫോർമുല ഉണ്ടാക്കുന്നു, ഉപമുഖ്യമന്ത്രിയായിട്ട് ആരെങ്കിലും ഒരാളിനെ വെക്കും, വേറൊരാൾക്ക് വേറൊരു വകുപ്പ് കൊടുക്കും, മുഖ്യമന്ത്രിയെ ഇങ്ങനെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ ഈ 46 പേരുടെ പിന്തുണയൊക്കെ കണ്ടപ്പോൾ അവരൊരുമാതിരി തീരുമാനിച്ചത് ഏത് ഡയറക്ഷനിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത്. പക്ഷേ മീഡിയ വണ്ണും ഏഷ്യാനെറ്റും, അതിൽ ഏഷ്യാനെറ്റിൻ്റെ താല്പര്യമാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്, പക്ഷേ ഈ BJP മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റ് മരിച്ചങ്ങ് നിൽക്കുക. മരിച്ചെന്ന് പറഞ്ഞാൽ വേറൊരു വാർത്തയും കൊടുക്കുന്നില്ല. വിനു വി ജോണൊക്കെ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് സ്റ്റുഡിയോയുടെ അപ്പുറത്ത് കൊണ്ട് വെച്ചേക്കുക, ഇടുക, ഉറങ്ങുക, എങ്ങോട്ടും പോകുന്നില്ല, കുളിച്ച് തോർത്തി ഇങ്ങോട്ട് വന്നിരുന്ന് വാർത്തകൾ ചെയ്തങ്ങ് മറിക്കുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഗുണ്ട് പൊട്ടിക്കുന്നത്. ഈ പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുള്ള സാധനം പൊട്ടിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഗുണ്ട്. പിന്നെ രണ്ടാമതൊരു സംഗതി കണ്ട എന്താണെന്നറിയുമോ? നമ്മുടെ ഹസനുൽ ബന്ന അദ്ദേഹത്തിൻ്റെ എഴുത്താണ്. അതായത് ഏതോ ഒരു ചാനലുകാർ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, അവരൊരു ഫോട്ടോ എടുത്തു. ഒരു കോളത്തിനകത്ത് മുഗൾ വാസനിക്ക് കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ളൊരു ഫോട്ടോ എടുത്തു. അതിന് ഹസനുൽ ബന്ന സാറിൻ്റെ കുറിപ്പാണ്. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ജയിക്കുമായിരുന്നോ? എന്തൊരു ഗൗരവമായ ചോദ്യമാണ്. ഇലക്ഷന് സ്ഥാനാർത്ഥിയാകുന്നവരൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നാളാണ് എന്ന് പറഞ്ഞാണല്ലോ ഈ ഇലക്ഷനിൽ വോട്ട് പിടിച്ചതെല്ലാം. തങ്ങളുടെ പേരിന് നേരെ എഴുതി വെച്ചയാളെ മുഖ്യമന്ത്രിയാക്കാനാണ് തങ്ങൾ വോട്ട് ചോദിക്കുന്നതെന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ഇവർ തെരഞ്ഞെടുപ്പിനിറങ്ങിയിരുന്നെങ്കിൽ ഇവരിൽ എത്ര പേർ MLA ആകുമായിരുന്നു എന്നതാണ് ചോദ്യം. അതിവർ ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ അനിയത്തിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും പോലെ എന്നൊക്കെ പലരും പരിഹസിക്കുന്നത്. പുള്ളിയുടെ പേരും മാധ്യമപ്രവർത്തകരെന്ന്. എൻ്റെ ഹസനുൽ ബന്നെ ഈ സ്ഥാനാർത്ഥികളായി മത്സരിച്ച കോൺഗ്രസിൻ്റെ ആരെങ്കിലും ഇന്നാരാണ് മുഖ്യമന്ത്രിയെന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും ഏതെങ്കിലും ഇലക്ഷൻ്റെ ഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞോ?
ആരെങ്കിലും പറഞ്ഞോ? KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞോ? രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞോ? VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞോ? പിന്നെ ഇതിനകത്ത് ആരുടെയെങ്കിലും പേര് പറഞ്ഞ് ഈ മത്സരിച്ചവരെല്ലാം VD സതീശൻ്റെ പക്ഷം പറഞ്ഞവരുണ്ടാവും, പിന്നെ രമേശ് ചെന്നിത്തലയുടെ പക്ഷം പറഞ്ഞവരുണ്ടാവും. അവരെല്ലാം അവരുടെ മണ്ഡലത്തിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് VD സതീശന് വേണ്ടിയാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ്. എന്തൊരു പോഴത്തരവും ഊളത്തരവും ഒക്കെ എഴുതി വിടുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എവരാരെങ്കിലും ജയിക്കുമായിരുന്നോ എന്ന് പറഞ്ഞാൽ തോന്നുക കേരളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ പോസ്റ്ററിൽ വേറെ ഒരു പടവും കൂടെ ഒട്ടിച്ച് ഏതാണ്ടൊക്കെ ചെയ്താണ് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഈ ന്യായമൊക്കെ പറയുന്നത് ഇപ്പോൾ അവർ മറിച്ച് ഇവർ മറിച്ച് അത് മറിച്ച് ഇത് മറിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞുകൊണ്ടാന്നൊക്കെ. അതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ 4 വർത്താനം പിന്നെ പിണറായി വിജയൻ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ 4 വർത്താനം പറഞ്ഞായിരുന്നെങ്കിൽ, പഴയ പിണറായി വിജയൻ്റെ സ്റ്റൈലിൽ വർത്താനം പറഞ്ഞായിരുന്നെങ്കിൽ ഭരണമാറ്റമല്ല ഒരു ചുക്കും ഉണ്ടാകത്തില്ലായിരുന്നു. ഒരു ചുക്കും. വെള്ളാപ്പള്ളി നടന്ന് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ചീത്ത പറഞ്ഞപ്പോൾ അതിനെ പിടിച്ച് ചേർത്ത് വെച്ച് പുള്ളിയുടെ നാവിനെക്കുറിച്ച് സരസ്വതി കടാക്ഷമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ഈ ഇത്രയും വലിയ ഭരണമാറ്റവും ഈ പിക്ചറും ഉണ്ടായത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു കാരണവുമില്ല. കേരളത്തിലെ അതിരൂക്ഷമായ പ്രതിപക്ഷ സമരം കണ്ടോ, അല്ലെങ്കിൽ ഹർത്താൽ കണ്ടോ, ജാഥ കണ്ടോ, അടിച്ചു പൊളിച്ച എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടോ? ഒന്നുമല്ല. ഇപ്പോഴും ആ പാർട്ടിയിലെയും എല്ലാ പാർട്ടിയിലെയും എല്ലാ നിരീക്ഷകരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് KPC ആഫീസിൻ്റെ മുകളിൽ എഴുതി വെക്കണം. അതാണ് സത്യം. ഇപ്പോൾ പുള്ളിയുടെ ഒരു കുറിപ്പും കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് മീഡിയ വണ്ണിൻ്റെ ഗുണ്ടും അസനുൽ ബന്നയുടെ കുറിപ്പും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എഴുതുമ്പോൾ ഒരു സാമാന്യ മര്യാദ വെച്ച് എഴുതണം. നമുക്കൊക്കെ മനസ്സിലാഗ്രഹമുണ്ട് ഇന്നാളാകണം ഇന്നാളാകണ്ട എന്നൊക്കെയുള്ള താല്പര്യം കാണും. പക്ഷേ എന്ന് വിചാരിച്ച് കിട്ടുന്ന എല്ലാ തുണ്ടും വെച്ച് അങ്ങനെ അങ്ങ് എഴുതി പഠിച്ചു കളയരുത്. പ്രത്യേകിച്ച് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാൾ. അത്രയേ ഉള്ളൂ.